വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി പട്ടാമ്പിയുടെ പുതിയ പാലം. നമ്മുടെ പട്ടാമ്പിയിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി പറയാണ്, ഇതങ്ങനെ പെട്ടെന്ന് കൈകൊണ്ട് എടുത്തു വെക്കാവുന്നതല്ല പാലെന്ന്. ഈ പെട്ടെന്ന് എടുത്തു വെക്കാവുന്ന പാലെന്നല്ല ഞങ്ങൾ ചോദിച്ചത്. ഒരു സ്റ്റാർട്ടിംഗ് പേപ്പർ വർക്ക് പോലും നടത്താതെ നാളെ പാലം വരുമെന്ന് പറയുന്നത് മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന കലാപരിപാടി. നാവ് കൊണ്ടുള്ള വികസനം മാത്രമാണ് ഇവിടെ. അപ്പൊ മൂസിനോടൊന്ന് പറഞ്ഞൊരു വാക്ക്, 5 കൊല്ലമായിട്ടുള്ള ഞങ്ങൾ തറക്കല്ലിട്ടു പറഞ്ഞു. തറക്കല്ലിട്ടിട്ട് ആ തറക്കല്ല് ചിലപ്പോൾ ഒലിച്ചു പോയിട്ടുണ്ടാവും വെള്ളത്തിൽ കൂടെ. ഇത്രയും ജനങ്ങൾ ഒരു പട്ടാമ്പി നേർച്ചായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു പൂരായിട്ടോ റോഡ് ബ്ലോക്ക് ആയിട്ട് പോകുന്നതല്ല. കണ്ണിന് കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം. 2018-19 കേരളത്തിൽ ഒന്നാകെ പ്രളയം വന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഈ പാലത്തിന്റെ മുകളിൽ കാണുന്ന കാര്യങ്ങളില്ലേ, ഇതേപോലെ കൈവരി തകർന്നു, താഴ്ചയിലെ പൊട്ടലും ചീറ്റലും ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളെല്ലാം തന്നെ, ഇപ്പുറത്ത് അന്ന് VT ബൽറാം MLA-യും അപ്പുറത്ത് ഇപ്പോഴുള്ള MLA മുഹമ്മദ് മൂസിനെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ വ്യക്തമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഇവിടെ പുതിയൊരു പാലം വേണമെന്നുള്ളത്. ഇതൊരു കോസ്വേ ആണ്. 1964 പണി തുടങ്ങി 66 അവസാനിക്കുന്ന ഒരു കാലം. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലത്തിന്റെ മുകളിൽ അന്നുള്ള കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു വാഹനം ഒരു മണിക്കൂറിൽ പോവാത്ത കാലത്താണ് ഇത്രയും സുന്ദരമായി ഇങ്ങനെ ഒരു പാലം ഉണ്ടാക്കി തീർത്തത്. അതിന് ശേഷം 60 വർഷങ്ങൾക്ക് ശേഷവും 6 പതിറ്റാണ്ട് ഇവിടെ പട്ടാമ്പിയിൽ അപ്പുറത്തും ഇപ്പുറത്തേക്കും യാത്ര ചെയ്യുന്ന വണ്ടികൾ ഒരു മിനിറ്റിൽ 100-120. എന്നിട്ട് പോലും ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇപ്പോ വീണ്ടും പ്രളയം വന്നു, പാലം പൊളിയുന്ന അവസ്ഥ വന്നു, പാലത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ നമ്മുടെ പട്ടാമ്പിയിലെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി പറയാണ്, ഇതങ്ങനെ പെട്ടെന്ന് കൈകൊണ്ട് എടുത്തു വെക്കാവുന്നതല്ല പാലെന്ന്. ഈ പെട്ടെന്ന് എടുത്തു വെക്കാവുന്ന പാലെന്നല്ല ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ ചോദിച്ചത് 2018-19 കണ്ണിന് കാണുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ പുതിയ പാലത്തിന്റേതായിട്ട് ഞങ്ങൾ പട്ടാമ്പിക്കാർക്കും തൃത്താലക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ചോദിക്കുന്നവരുടെ മേലെ മെക്കെട്ടേറുന്ന ഒരു ജനപ്രതിനിധികളായിട്ട് ഇവിടെ ഉള്ളവർ മാറുകയാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് ആവശ്യം, നാടിന്റെ ആവശ്യമാണ്. ഏത് ഇത്തരത്തിലുള്ളൊരു പാലം അത് കാലാനുസൃതമായി തന്നെ എപ്പോഴോ ചെയ്യേണ്ടതാണ്. എന്നിട്ട് ഇത്തരമൊരു അനുഭവം മുന്നിലുണ്ടായിട്ട് പോലും ഇവരൊന്നും ചെയ്യാണ്ട് ഇരിക്കുകയാണ്. എന്നിട്ട് ഇത്തരത്തിൽ ഇനി 35ഓളം ആളുകൾ ഈ പാലത്തിന് സ്ഥലം വിട്ടുകൊടുക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ ആ 31-ൽ ഒരു വ്യക്തിയോടത്ത് പോലും ഒരു തരത്തിലും നമ്മുടെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അതിന്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളോ ബന്ധപ്പെട്ടിട്ട് പോലുമില്ല. പിന്നെ എന്നാണ് പട്ടാമ്പിക്ക് ഇങ്ങനെ ഒരു പാലം വരിക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ജനപ്രതിനിധികളായി ഇരുന്നാ പോരാ, ഓരോരുത്തരുടെ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മള് വികസനത്തിന്റെ പാതയിൽ ആദ്യം പറയുന്ന പേര് പട്ടാമ്പി പാലം പുനർനിർമ്മിക്കുമെന്നാണ്. എവിടെ പാലം? പാലത്തിന്റേതായുള്ള മിനിമം ഒരു സ്റ്റാർട്ടിംഗ് പേപ്പർ വർക്ക് പോലും നടത്താതെ നാളെ പാലം വരുമെന്ന് പറയുന്നത്. ഈ പാലത്തിന് എന്ത് തന്നെ കേടുണ്ടെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം റിപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അക്കരെയും ഇക്കരെയുമുള്ള ആളുകൾ അവർ എന്ത് ചെയ്യും യാത്ര ചെയ്യാൻ? ഇത് പൊളിഞ്ഞു വീഴുന്നവരെ ഈ പാലം തന്നെ ഉപയോഗിക്കാമെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇവിടെ ആരും ചെക്ക് ചെയ്യാതെ തന്നെ കൊടുക്കുമെന്ന് ഏകദേശം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഇത് പാലത്തിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ട് വന്ന പിന്നെ ഈ കാണുന്ന ജനങ്ങളെല്ലാം മിനിറ്റിൽ 100 കണക്കിന് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക. ഇവർക്ക് പോകാനുള്ള വഴി എവിടെ? ഇപ്പൊ ആളുകൾ പാസ് ചെയ്യണമെങ്കിൽ അത്രയധികം വാഹനങ്ങളും പാസ് ചെയ്യുന്ന ഒരു ഇടമാണിത്. അപ്പോ അതിനൊന്നും സമാധാനമില്ലാതെ ഇത്തരത്തിൽ മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന കലാപരിപാടി അത് ഇവിടുത്തെ ജനപ്രതിനിധികൾ നിർത്തണമെന്നാണ് പറയാനുള്ളത്. ഇത്രയും കാലം ഇതിവിടെ നിലനിന്നത് തന്നെ പട്ടാമ്പിക്കാരുടെ ഇക്കരെയുള്ള പട്ടാമ്പിക്കാരുടെ മനസ്സിന്റെ ഉറപ്പുകൊണ്ടാണ്. കാരണം വേറൊരു പാലം വരുന്നില്ല ഇവിടെ. നാവ് കൊണ്ടുള്ള വികസനം മാത്രമാണ് ഇവിടെ ജനപ്രതിനിധികൾ കാഴ്ചവെച്ചിട്ടുള്ളൂ ഇത്രയും കാലം. അത് ഏത് ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഈ പാലത്തിനെ മുൻനിർത്തിയാണ് അവർ ഇലക്ഷൻ വരുമ്പോൾ വോട്ടിനെ തേടുന്നത്. വോട്ടെടുത്ത് ജനങ്ങൾ ജയിപ്പിച്ചതിന് ശേഷം അത് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോ ഈ പ്രളയത്തിന് ശേഷം തന്നെ MLA അക്കരെ നിന്നതുകൊണ്ട് ഇത് വെള്ളം നിറഞ്ഞതിന് ശേഷം ഒക്കെ ഒഴുകിപ്പോയതിനു ശേഷം അവിടെ നിന്നിട്ട് ഇനിയൊരു പുതിയ പാലം വരും പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ നാവ് കൊണ്ടുള്ള വികസനം ചെയ്യാൻ ഇവർ മുന്നിലാണ്. ഇവിടെയുള്ള പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ. പക്ഷെ ഇതിനെതിരെ ജനങ്ങള് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് ഇതിനെതിരെ സമരം പ്രക്ഷോഭം നടത്തിയെങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു പാലം വരികയുള്ളൂ എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടായി,
എന്താ എന്താ ഇവിടെ ഒരു പാലം വരാത്തതെന്ന്. അപ്പൊ മൂസിന അവിടുന്ന് പറഞ്ഞൊരു വാക്ക് 5 കൊല്ലല്ലായിട്ടുള്ള ഞങ്ങൾ തറക്കല്ലിട്ടു എന്ന് പറഞ്ഞു. തറക്കല്ലിട്ടിട്ട് ആ തറക്കല്ല് ചിലപ്പോൾ ഒലിച്ചു പോയിട്ടുണ്ടാവും ഈ വെള്ളത്തിൽ കൂടെ. ആ തറക്കല്ലിന്റെ കാര്യമാണ് ഇപ്പൊ പറയേണ്ടത്. തറക്കല്ലിട്ടു എന്നാ പറഞ്ഞു. തറക്കല്ലിട്ടിട്ട് 5 വർഷമോ 10 വർഷമായി. അപ്പൊ ഈ 10 വർഷമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് വേറെ തറക്കല്ലുമ്പോ കൂടെയാണ് നമ്മളിത് പാലം മുറിച്ച് കിടക്കേണ്ടത്. പെറ്റാഞ്ഞിട്ടല്ല, കാരണം അതാണ് ഒഴിച്ചു പോട്ടെ, എന്നിട്ട് അതിന് ശേഷം ചെയ്യാ. അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ശേഷം ചെയ്യാന്നുള്ള കൺസെപ്റ്റിലാണ് അവരിച്ചാല് പിന്നെ അത് വലിയൊരു മരണം, ഒരു ബസ് മറിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിയ അപകടമാണ് വരാൻ പോകുന്നത്. അത് വന്നതിന് ശേഷമേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. വലിയൊരു ദുരന്തം വരണം, അതിനുശേഷം മാത്രമാണ് എല്ലാ ജനപ്രതിനിധികളാണെങ്കിലും ജനങ്ങളുടെ കണ്ണും മനസ്സും ഉണരുന്നത് ഇതുള്ള വലിയ ദുരന്തങ്ങൾക്ക് ശേഷമാണ്. അടുത്ത കൈവരി പടുക്കും, എന്നിട്ട് പറയാം അതിനൊരു 5 കോടി ചെലവായി, എന്നിട്ട് ആകെ ചിലപ്പോൾ ഒരു 2 ലക്ഷം രൂപ ചെലവായി ഉണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് ക്യാഷ് അവരെടുക്കും. എന്താ അതൊക്കെ ഒരു ഫണ്ട് എങ്ങനെ ജനങ്ങളുടെ ഖജനാവിൽ നിന്ന്, നമ്മളുടെ ഖജനാവിൽ നിന്ന് എങ്ങനെ ഫണ്ടിനെ അവർക്ക് വലിച്ചെടുക്കാം, അതിനുള്ളൊരു ആയുധമായിട്ടാണ് ഇപ്പൊ ഈ പാലത്തിന് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട്. സ്റ്റാർട്ടിങ് അത് തറക്കല്ലിട്ടു അങ്ങനെയൊക്കെ പറിച്ചിട്ട് തുടങ്ങിയിട്ട് നിലവിൽ ഒരു രീതിയിലുള്ള പിന്നെ പാലവും അതിന്റെ പ്രവർത്തനം ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോ ബലക്ഷയം വന്നു, അതിന്റെ പരിശോധനയൊക്കെ പിന്നെ നടപ്പിലാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ഈ കാഴ്ചയിലൊന്നും കാണാനല്ല. ഇനിയിപ്പോ അന്ന് ഇപ്പോ ഇതിന്റെ പിന്നെ വെള്ളം നിറഞ്ഞ സമയത്ത് നമ്മുടെ MLA പിന്നെ ഇത് വെള്ളം കുറഞ്ഞാൽ പരിശോധിക്കാന്നല്ല പറഞ്ഞിരുന്നു. പരിശോധനയുടെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും നിലവിൽ നമ്മൾ മീഡിയയിലോ അങ്ങനൊന്നും കണ്ടിട്ടില്ല. പരിശോധന നടന്നതായിട്ട് അറിയോ? ഇല്ലല്ല, നിലവിൽ നമ്മൾ പരിശോധന നടന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടും പിന്നെ ചാനൽ മുഖേന നമ്മൾ അറിഞ്ഞിട്ടില്ല. അടിയന്തരമായിട്ട് ഇതിന്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് ഇതിൽ കൂടെ പാസ് ചെയ്യാൻ കൊടുക്കുക. എത്രയും വേഗം പുതിയ പാലം പട്ടാമ്പിക്ക് വേണ്ടിയിട്ട് പിന്നെ നിർമ്മിക്കണമെന്ന് ഇതിന്റെ അധികൃതരോട് ഒരു നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. 7 കൊല്ലം മുന്നേ പ്ലാൻ ചെയ്ത പദ്ധതിയാണ്. പക്ഷെ ഓരോ പ്രളയത്തിൽ മാത്രമാണ് ഇത് ചർച്ചാ വിഷയമാണല്ലോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സങ്കടം. കണ്ട ഇത്രയും ജനങ്ങൾ ഒരു പട്ടാമ്പി നേർച്ചായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു പൂരായിട്ടോ റോഡ് ബ്ലോക്കായിട്ട് പോകുന്നതല്ല. ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വെത്തപ്പാടിൽ നടന്നു പോകുന്നതാണ്. പക്ഷെ ഇതുവരെ ഒരു പാലത്തിനോട് കാട്ടുന്ന അനാസ്ഥ ഭയങ്കരമാണ്. ഇനിയിപ്പോ നാളെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ആരെങ്കിലും പറയോ ഈ പാലം ഉപയോഗശൂന്യമാണെന്ന് പറയില്ല. 1-2 ആഴ്ച കഴിഞ്ഞാൽ പണി വേഗം തീർക്കും, എന്നിട്ട് വീണ്ടും ഇതിൽ കൂടെ തന്നെ കടത്തിവിടും ആൾക്കാരെ. പക്ഷെ ആരും പറയില്ല, ഈ പാലം എത്ര ടെസ്റ്റ് ചെയ്താലും പറയില്ല. ഇനി ഉപയോഗശൂന്യം അല്ലെങ്കിലും പറയില്ല അത് ഉപയോഗശൂന്യം. എന്താ വെച്ചാൽ വേറെ മാർഗമില്ല. ആരും ഇപ്പൊ ഇവിടെ പട്ടാമ്പി വന്നിട്ട് ബെയിലി പാലൊന്നും കെട്ടാൻ പോകുന്നില്ല. പെട്ടെന്ന് അതുകൊണ്ട് പെട്ടെന്ന് വാഹനം ഓടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തുറന്നു കൊടുക്കണം എന്നാണ് എനിക്ക് ഒരാള്. ഗ്യാസ് കൊണ്ടുവരാനൊരു മാർഗ്ഗമില്ല, ഗ്യാസ് കഴിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എല്ലാ പാലിന്റെ വണ്ടികളാച്ചാൽ വരുന്നില്ല. അതേപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ടും ആസ്പത്രി കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ഒന്ന് പോകാനും 2 വീലർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അനുസരിച്ച് പോകായിരുന്നു. അതിനും നിത്യോപയോഗ സാധനങ്ങൾ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ആസ്പത്രി ഗവൺമെന്റ് ആസ്പത്രിയാണ്. ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ തന്നെയാണ്. ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 2 വീലറെങ്കിലും കടത്തി വിട്ടു നമുക്ക് അതിന്റെ മുകളിലെങ്കിലും പിന്നിലെത്തിയിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു. അത് മാർഗമില്ല. പട്ടാമ്പിയുടെ പുതിയ പാലം എന്ന പൊതുജനത്തിന്റെ ഏറെക്കാലത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ അധികാരികളുടെ കണ്ണു തുറക്കട്ടെ എന്ന വിശ്വാസത്തോടെ റിയൽ 1 മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ സിറാജ് കാരക്കാടിനൊപ്പം അതുൽ ശ്രീരാഗം.